ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ. വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. ഓണമൊക്കെ വരുന്നു, അപ്പം മനസ്സിൽ പെട്ടെന്നൊരു മാവേലിയുടെ രൂപം ഓർമ്മ വന്നു. അപ്പം പെട്ടെന്ന് ഓർമ്മ വന്ന ആളെന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടാവും, എൻ്റെ ചാനലിൽ ഒരു വീഡിയോയിലുണ്ടായിരുന്നു. മോളുടെ മേക്കപ്പ് ചെയ്തത് മൂലയിടം രംഗമ്മാഷാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ അറിയപ്പെടുന്നത്. മണിപ്പുഴയാണ് വീട്, അല്ലേ? മണിപ്പുഴ. അതെ. അപ്പം നാളെ മറ്റേ ഒരു MGRന്റെ അങ്ങനെ ഏത് രൂപത്തിലേക്ക് നമുക്ക് മാറ്റം വേണമെങ്കിലും ആ രൂപത്തിലേക്ക് ചെയ്തു തരുന്ന ആളാണ് മാഷ്. അപ്പം പെട്ടെന്ന് മാവേലി എന്ന് ഓർമ്മ വന്നപ്പോഴേക്കും ആദ്യം ഓർമ്മ വന്ന ആള് മാഷിന്റെ രൂപമാണ്. കാരണം വെച്ചാൽ പെട്ടെന്ന് മോളെയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നത് കണ്ടപ്പം ഇങ്ങനെ ഒരു മാവേലിയുടെ ഒരു കാര്യം ഓർത്തപ്പോഴേ മിസ്സിന്റെ അടുത്തും ഒക്കെ പറഞ്ഞത് ഇങ്ങനെ നമുക്കെന്നാ മാഷിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നാണ്. വിളിച്ചപ്പം ഓക്കെ ആണ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഒന്ന് ചെയ്തു നോക്കാം. നമുക്ക് നോക്കാം. മാഷിനെ കുറിച്ചൊന്ന് പറയാവോ? ഞാനിപ്പം വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര് എന്ത് വേഷം ചോദിച്ചാലും അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാനും കോസ്റ്റ്യൂംസ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ചെയ്തു വരുന്ന ഒരു സംരംഭമാണ് നമ്മുടേത്. അത് ഇതുവരെ നല്ല രീതിയിൽ തന്നെ നല്ല അഭിപ്രായത്തോടു കൂടി തന്നെയാണ് നടന്നു വരുന്നത്. ഇപ്പം നമ്മുടെ മാഡം പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഓണം ആയതുകൊണ്ടായിരിക്കും അല്ലേ മാവേലിയായിട്ട് വേഷം കിടന്നാൽ. ശരി, അപ്പം നമുക്ക് മാവേലിയെ തന്നെ ഈ വർഷത്തെ ഓണം നമുക്ക് സമാരംഭിക്കാം. ഞാനാണ് ആദ്യത്തെ മാവേലി. ഈ വർഷത്തെ ആദ്യത്തെ മാവേലി ഞാനാണ് കേട്ടോ. തുടർച്ചയായിട്ട് മാവേലികൾ ഇങ്ങനെ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഉടയതമ്പനെ നമുക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വർക്ക് നമുക്ക് സമാരംഭിക്കാം. അപ്പം മാഡം ഒരു മാവേലിയായിട്ട് വേഷം കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ ചോപ്പ് നമുക്ക് അത്യാവശ്യമാണല്ലോ. പുരുഷന്മാർ ചെയ്യുന്ന പോലെ അല്ലല്ലോ സ്ത്രീകൾ. അപ്പൊ അവർക്കൊരു ചോപ്പ് ഇരിക്കട്ടെ എന്ന് കരുതി ആദ്യം ഒരു സാധാരണ മാവേലിക്ക് മറ്റേ വേസ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ ധൈര്യമായിട്ട് ചേട്ടൻ എത്ര കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഈ മേക്കപ്പ് ചെയ്തിട്ടുള്ളേ? എത്രയെന്നൊന്ന് പറഞ്ഞാൽ അതിന് എണ്ണയില്ല. പറയുന്നത് കൂടുതലായിട്ട് സാധാരണ നമ്മൾ ഇപ്പം സ്റ്റേജ് പരിപാടികളാണ് കൂടുതൽ ചെയ്യുന്നത്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, പിന്നെ നാടകത്തിൻ്റെത്, പിന്നെ ഫാൻസി ഡ്രസ്സുകള്, പിന്നെ ഓരോരോ കഥാപാത്രങ്ങളുണ്ട് സിനിമയിലെ നസീർ, ഷീല, സത്യനെ, അങ്ങനെയുള്ള ഓരോരുത്തർ ഇന്ന വേഷം നുസരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്തു കൊടുക്കും. ഏത് മിക്കവാറും ഒരു 90-99% വേഷങ്ങൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതാണ്. ഒരു 40 വർഷത്തോളായിട്ട്. അപ്പൊ അതാ പറഞ്ഞ അതെ, ഒരാള് ഈ വീട്ടിലുണ്ട്. പിന്നെ നമ്മുടെ ആനുവൽ ഡേ ഒക്കെ വരുമ്പോഴത്തേക്ക് കൂടുതൽ കുട്ടികളൊക്കെ ഉള്ളപ്പം കുടുംബവും മക്കളും മരുമക്കളും എല്ലാം ഇതിൻ്റെ കൂടെ കൂടും. പിന്നെ അല്ലാതെ മറ്റ് വെളിയിൽ നിന്നുള്ള ആൾക്കാർ കൂടും. അങ്ങനെ നല്ല രീതിയിൽ പോയി വരുന്നു. റെന്റ് ആവശ്യം എല്ലാം കൊടുക്കുന്നുണ്ട്. ഇവിടെ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇവിടെ ഈ ബിൽഡിംഗ്? നമ്മുടെ സ്റ്റാർട്ടിങ് ആയത് 40 വർഷത്തോളായി. പിന്നെ ഈ കോട്ടയം ജില്ലയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ അങ്ങനെ ഇല്ലായിരുന്നു. നമ്മളായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത്. അന്ന് അങ്ങനെ ഒരു തുടക്കം വന്നുകൊണ്ട് ഇന്നും നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ രീതി. പിന്നെ നമ്മൾ കൊറോണയും അതുപോലുള്ള അസുഖങ്ങളൊക്കെ വന്നപ്പം ഒരുപാട് പ്രോഗ്രാം ക്യാൻസലായി പോയി. പിന്നെ ചാനലുകാരും മനോരമ തുടങ്ങിയ ഏഷ്യാനെറ്റ് തുടങ്ങിയ ചാനലുകാരെല്ലാം വന്ന് നമ്മുടെ റിപ്പോർട്ട് ചാനൽ മുഖാന്തരവും പത്രം മുഖാന്തരവും ഒക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ അന്നത്തെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാം അറിയാൻ വേണ്ടിയിട്ട് അവർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ അവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുക. കൊച്ചിന്റെ ആണെങ്കിലും കേട്ടോ മിസ്സൊന്നും വന്നിട്ടില്ലല്ലോ. കൃഷ്ണനെയൊക്കെ സെക്കൻഡ് വെച്ചാണ് ചേട്ടൻ സെറ്റ് ആക്കുന്നത്. അവളുടെ കൃഷ്ണന്റെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറില്ല. അതെ.
ചേട്ടനോട് മഹാബലിയുടെ ഇത് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴേ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, എല്ലാ സാധനങ്ങളും ചേട്ടൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അതെ. അപ്പൊ ഏത് വേഷം ചെയ്യണമെങ്കിലും അതിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോ ചേട്ടൻ്റെ അടുത്ത്? അതെ, അത് ഒരുമാതിരിപ്പെട്ട വേഷങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഇനി ഒരു പക്ഷേ എന്തെങ്കിലും ഷോർട്ട് ആണെങ്കിൽ നമ്മളൊക്കെ അത് ശരിയാക്കി അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇല്ലെന്ന് പറയുന്ന ഒരു പരിപാടി നമ്മുടെ ചരിത്രത്തിൽ ഇല്ല. ചേട്ടാ അപ്പൊ ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം അപ്പൊ അതിന്റെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളായിരിക്കും അല്ലേ? അതെ അതെ അതെ. ആ ചേട്ടൻ ഈ മേക്കപ്പിന്റെ ഇത് മാത്രമേ ഉള്ളൂ, ചേട്ടൻ വേറെ ഏതെങ്കിലും ഒക്കെ ഫീൽഡിലുണ്ടോ? മേക്കപ്പ് മാത്രമല്ല, മേക്കപ്പ് ഉണ്ട്, കോസ്റ്റ്യൂംസിൻ്റെ വർക്കുണ്ട്, പിന്നെ നമ്മുടെ സിനിമ, സീരിയല്, നാടകം ഇതിനകത്തൊക്കെ വേഷം ചെയ്യാൻ പോകും. അതിനും മേക്കപ്പ് ചെയ്യും. അതിന് വേണ്ട പ്രോപ്പർട്ടീസ് വല്ലതും വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കും. ശരി. വെറുതെ ഇരിക്കാൻ സമയമില്ല, ആരെന്ത് ചോദിച്ചാലും അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാ. കാരണം ഒന്നില്ലെങ്കിൽ വേറൊന്ന്. ചേട്ടന് ഏതൊക്കെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്? കൂടുതലും കോമഡി വേഷങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അല്ലാത്ത വേഷങ്ങൾ വന്നാലും ചെയ്യും. അടുത്ത ഒരു ഷോർട്ട് ഫിലിം മന്ത്രവാദിയായിട്ട് എടുക്കുന്നുണ്ട്, അതുപോലുള്ള കഥാപാത്രങ്ങൾ. പിന്നെ വേറൊരു പടമുണ്ട്, അത് ആദിവാസിയായിട്ടായിരിക്കും എന്ന് തോന്നുന്നു വേഷം. കൂടുതലായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, ആയി വരുന്നേ ഉള്ളൂ. അപ്പം ഓക്കെ അല്ലേ? നമ്മൾ ഐശ്വര്യമായിട്ട് ഈ കുടയും കൂടെ അങ്ങ് വാങ്ങിച്ചു, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ദൈവം തമ്പുരാൻ നന്നായി വരട്ടെ. മാഷിന്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. പുറത്തൊന്ന് ഇറങ്ങി നോക്കാം അല്ലേ?